അപ്പോൾ എല്ലാവർക്കും ഇത് നമ്മുടെ ബോക്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഉത്സവത്തിൻ്റെ ഒരുക്കത്തിൻ്റെ ഒരു പണികളൊക്കെ തുടക്കം കാണിച്ചിരുന്നു. അപ്പോൾ പിറ്റേന്ന് ഞാൻ നമ്മുടെ വെള്ളിയമ്പലത്തിൽ തൊഴുത് ഇങ്ങോട്ട് വരുമ്പോഴാണ് നമ്മുടെ അമ്പലത്തിൻ്റെ ഭാഗം, അതായത് നമ്മുടെ അന്നൂർ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ദേവസ്വത്തിൻ്റെ ഭാഗത്തായിട്ട് കുറച്ച് നീങ്ങിയിട്ട് നരസിംഹമൂർത്തിയുടെ പ്രതീക്ഷിച്ചിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. അവിടെ വന്ന് നോക്കിയപ്പോൾ അവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതായത് ശരിക്കും ഈ അമ്പലം ഇതാണ് ആ അമ്പലത്തിൻ്റെ ഭാഗം. ഇപ്പോൾ തൊട്ടുമുമ്പ് അടുത്ത് കാണില്ലേ, അത് അമ്പലത്തിൻ്റെ ഭാഗമല്ല, നമ്മുടെ ദേവസ്വത്തിൻ്റെ ഭാഗമല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ കാണുന്ന ഈ വൃത്തിയാക്കുന്ന ഏരിയ മൊത്തം ഈ പറഞ്ഞ പോലെ നമ്മളെ പുല്ല് എത്ര ഹൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 2-3 അത്രയും ഉണ്ടായിരുന്നു. ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ കിണറത് ഉപയോഗിക്കാത്ത കേട്ടോ, അത് ഉപയോഗിക്കാത്ത കിണറാണ്. അപ്പോൾ ഇവിടെ ഒക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ നടക്കണ വഴി മാത്രമാണ് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാം അവിടെ ക്ലീൻ ആക്കി പുല്ലൊക്കെ വെട്ടി ആക്കി ടച്ചായി. കാരണം തന്നെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടാവും. ഒരു മഴയും പെയ്തല്ലോ. ഇതിന് അമ്പലത്തിൻ്റെ ബാക്കാണ്, റോഡാണ് കണ്ടോ, ഓട്ടോറിക്ഷ പോകണ കണ്ടോ, അത് ഒരു റോഡാണ്. നമ്മുടെ അമ്പലത്തിൻ്റെ കിഴക്കേ വശത്ത് നിന്ന് ജംഗ്ഷനിലേക്ക് പോകാൻ ഒക്കെ ഉള്ള എളുപ്പമൊരു ഷോർട്ട് കട്ടാണത്. അപ്പോൾ ഇന്ന് വന്നപ്പോഴാണ് ഇവിടെ മൊത്തം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പുല്ലൊക്കെ അടിച്ചിട്ട് നല്ല സ്പേസ് ഉള്ള ഏരിയയാണ്. നമുക്ക് ഇപ്പോഴാണ് അത് കാണാണ്ട. ഇപ്പോൾ ഈ നടക്കുന്ന ഒരു വഴിയുണ്ടല്ലോ, അത് മാത്രം കാണണ്ടായുള്ളൂ. ബാക്കി ചുറ്റിലൊന്നും നമുക്ക് അവിടെ ഒരു ഇതുണ്ടെന്ന് നമുക്ക് തോന്നിയിരുന്നു. അത്രയ്ക്കും പുല്ലായിരുന്നു അവിടെ, മറ്റേ മുണ്ടുള്ള ചെറിയ ഇതുകൾ. അപ്പോൾ അതൊക്കെ ഇന്ന് അവിടെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ അപ്പം ഞാൻ രാവിലെ തൊട്ടിട്ട് പിന്നെ ഇന്ന് നമുക്കത് റൊട്ടീനാണ്. അവിടെ വന്നിട്ട് പിന്നെ ഇവിടെ തൊഴും. അതുപോലെ തന്നെ ഈ ഒരു തെഞ്ചേരി തൃക്ക, അതൊരു നമ്മുടെ അമ്പലത്തിൻ്റെ ഭാഗം നേരത്തെ പറഞ്ഞല്ലോ, അവിടെയും ഇതൊരു കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ അവിടെ തൊഴാറുണ്ട്. അപ്പോൾ അങ്ങനെ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടു. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല നമ്മുടെ കുളത്തിൻ്റെ അവിടെ ക്ലീൻ ആക്കണത്. അപ്പോൾ ഞാൻ ഇന്ന് ആണ് ഇപ്പോൾ ഇവിടെ കല്ലിറക്കണ കണ്ടപ്പോൾ ഞാൻ അവിടെ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് നമ്മുടെ കുളം അത് കെട്ടാനായിട്ടുള്ള പണികൾ ആണ്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ കല്ലൊക്കെ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അത് വെറുതാക്കിയത് എന്തായാലും നല്ല കാര്യമാണ്. കാരണം വെള്ളമൊക്കെ ഒരു ഇത് ആകെ ഇതായി കിടക്കല്ലോ. അപ്പോൾ കല്ലിറക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ കുളത്തിൻ്റെ ഭാഗത്ത്. ഞാൻ കുളത്തിൽ അന്ന് ഞാൻ കാണിച്ചെങ്കിലും അന്ന് ഇറങ്ങി കാണിച്ചില്ല. ഇന്നിപ്പോൾ ഈ സമയത്ത് വന്നപ്പോൾ അധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ അത് ഈ കുളത്തിൻ്റെ അപ്പുറത്തൊരു ശ്രീനാരായണ ഗുരു ക്ഷേത്രം ഉണ്ട് കേട്ടോ. നമ്മുടെ ചുറ്റും അമ്പലങ്ങളുണ്ട്, ഇഷ്ടം പോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ചില അമ്പലങ്ങളും ഉണ്ട്. അത് വെച്ചാൽ അമ്പലം വെച്ചാൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു പ്രതിഷ്ഠ പോലൊരു ഇത് ചെയ്തിട്ടാണ് അവർ SNDPയുടെ ഒരു ഇത് ചെയ്തിരിക്കുകയാണ് അവിടെ. അപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ ഇത്, അപ്പോൾ അവിടെ ഇറങ്ങി ഒന്ന് കാലൊക്കെ ഒന്ന് കഴുകി. ഇത് ഒരിടയ്ക്ക് കുളത്തിൽ ഭയങ്കരമായിട്ട് ചെടികൾ പ്രളയം കഴിഞ്ഞ സമയത്തൊക്കെ കുറേ ഇത് വന്നിട്ട് നമ്മുടെ പിള്ളേർ കൂടിയിട്ട് ഇവിടെ എല്ലാം ക്ലീൻ ചെയ്ത് എടുത്തിട്ട് അതിങ്ങനെ അടുക്കുകളൊന്നുമില്ല. എല്ലാം വെള്ളത്തിനൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. ഒരുപാട് മീനുണ്ട്, വലിയ വലിയ മീനുകളുണ്ട്. ഞങ്ങളും കൊണ്ടിടാനുണ്ട്. ഞങ്ങൾ നെറ്ററൊക്കെ ഇതിലുണ്ട്. അത് ഞാൻ വേറെ ദിവസം കാണിച്ചു തരാം. ഒരുപാടുണ്ട് മീനുകൾ, നല്ല വലിപ്പം വെച്ച്. പക്ഷേ ഇടയ്ക്ക് പുറത്തുനിന്ന് വരുന്നവരൊക്കെ ഇത് പിടിച്ചുകൊണ്ട് പോകും മീൻ. കാണുമ്പോഴൊക്കെ നമുക്ക് പറയാൻ പറ്റും, പക്ഷെ ചിലപ്പോൾ നമുക്ക് എപ്പോഴും കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ അറിയില്ല. അപ്പോൾ കുളത്തിൻ്റെ അവിടുത്തെ വിശേഷം അതൊക്കെയാണ്. ഇനിയിപ്പോൾ പണി കിടക്കുന്നുണ്ട്. കല്ല് കൊണ്ടുപോയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ അവിടെ ഒരു അർബാനിൽ ആ കല്ല് ഉള്ളിലേക്ക് കൊണ്ടുപോകണത്. അവിടെ കൊണ്ടുപോകാൻ എളുപ്പത്തിനെന്തോ ഞാൻ വിചാരിച്ചു എന്താ അവിടെ എന്നെ വെച്ചേക്കാന്നുള്ളത് നേരത്തെ വരുമ്പോൾ. പിന്നെയാണ് പുറത്തിറങ്ങിയപ്പോൾ ഈ കല്ല് കണ്ടത്. അതിലെ കൂടെ ഇങ്ങനെ കല്ല് ഈ അർബാൻ കയറ്റാൻ എളുപ്പത്തിന് സ്റ്റെപ്പ് ഇതുപോലെ വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ അതിലെ കൂടി അവർ പണിക്കാർ കല്ലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബംഗാളികൾ തന്നെ കേട്ടോ, മലയാളമൊന്നുമില്ല. ഇപ്പോൾ എവിടെ നോക്കിയാലും പണിക്ക് ഇപ്പോൾ ബംഗാളികൾ തന്നെയുള്ളൂ, മലയാളം ഒറ്റ മനുഷ്യരില്ല. അപ്പോൾ അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു സെക്ഷൻ പണികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഭാഗം ഞാനിപ്പോൾ അതാണ് കാണിക്കണേ. ഇനിയിപ്പോൾ ഓരോ മുകളിൽ നോക്കുമ്പോൾ ഓരോ മാറ്റമില്ല. അടുത്ത വീട്ടിൽ അടുത്തത് ഞാൻ